നമസ്കാരം. തെന്നിന്ത്യൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ താരമാണ് ശരത് കുമാർ. അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഇന്നും ആരാധകർ ഏറെയാണ്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതവും ചർച്ചയായി മാറിയതാണ് പലപ്പോഴും. നായകനായും വില്ലനായും തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ശരത് കുമാറിന്റെ മകളും നടിയുമായ വരലക്ഷ്മി ശരത് കുമാറിന്റെ തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും പിതാവുമായുള്ള ബന്ധത്തെക്കുറിച്ചും നടത്തിയ തുറന്നു പറച്ചിലുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമാവുന്നത്. രാധിക ശരത് കുമാറിന്റെ മകൾ റായൻ മിഥുൻ നടത്തിയ അഭിമുഖത്തിലാണ് ബാല്യകാലത്തെ ട്രോമയെക്കുറിച്ചും അച്ഛനോട് തോന്നിയ വെറുപ്പിനെക്കുറിച്ചും വരലക്ഷ്മി വൈകാരികമായി സംസാരിച്ചത്. അച്ഛനും അമ്മയും വേർപിരിഞ്ഞത് തന്നെ സംബന്ധിച്ച് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നുവെന്ന് വരലക്ഷ്മി പറയുന്നു. ഒരു സിംഗിൾ മദർ എന്ന നിലയിൽ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മയെ ഉപേക്ഷിച്ചു പോയതിനും മറ്റൊരു വിവാഹം കഴിച്ചതിനും അച്ഛനോട് എനിക്ക് വെറുപ്പായിരുന്നു. കോടതി വിധിപ്രകാരം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം അച്ഛനെ കാണാൻ പോകേണ്ടി വന്ന സാഹചര്യങ്ങൾ തന്റെ കുട്ടിക്കാലത്ത് കഠിനമാക്കി എന്ന് താരം വെളിപ്പെടുത്തി. നടൻ ശരത് കുമാറിന്റെ ആദ്യ വിവാഹബന്ധത്തിൽ പിറന്ന മകളാണ് നടി വരലക്ഷ്മി. ഛായദേവി എന്നാണ് ശരത് കുമാറിന്റെ മുൻ ഭാര്യയുടെ പേര്. ഈ ബന്ധത്തിൽ വിള്ളലുകൾ വന്നപ്പോഴാണ് ശരത് കുമാർ നടി രാധികയുമായി അടുക്കുന്നത്. ഛായദേവിയുമായി പിരിഞ്ഞ ശേഷം രാധികയെ ശരത് കുമാർ വിവാഹം ചെയ്തു. അക്കാലത്ത് അച്ഛനോടും രാധികയോടും വരലക്ഷ്മിക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു. കുടുംബം തകർത്തത് രാധികയാണെന്ന് വരലക്ഷ്മി കരുതി. ഇപ്പോഴത്തെ ഇതേക്കുറിച്ചും വരലക്ഷ്മി സംസാരിക്കുകയാണ്. എന്റെ മാതാപിതാക്കൾ വേർപിരിയാൻ കാരണം രാധിക ആന്റിയല്ല. എങ്ങനെയാണ് നിനക്ക് അവരോട് സ്നേഹം കാണിക്കാൻ പറ്റുന്നതെന്ന് പലരും ചോദിക്കും. പക്ഷെ അവരല്ല ബന്ധം തകരാൻ കാരണം. അമ്മയും അച്ഛനും ഒത്തുപോയില്ല. രാധിക ആന്റി വരുമ്പോഴേ അച്ഛൻ പ്രശ്നത്തിലാണ്. ആദ്യം ഞാനും രാധിക ആന്റിയും സ്വരച്ചേർച്ചയിലായിരുന്നില്ല. കാരണം എന്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതിന് ഞാൻ അവരെ കുറ്റപ്പെടുത്തി. വളർന്നപ്പോൾ എല്ലാവർക്കും അവരവരുടെ ചോയ്സ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയെന്നും വരലക്ഷ്മി പറഞ്ഞു. എന്റെ അമ്മയും രാധിക ആന്റിയും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അവർ മനക്കരുത്തുള്ളവരാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളോട് അവർ പൊരുതി. ഞാൻ ശക്തയാകാൻ കാരണം എന്റെ അമ്മയാണ്. അമ്മയുമായി പിരിഞ്ഞതുകൊണ്ട് അച്ഛനോട് ദേഷ്യം തോന്നി. രണ്ടാം വിവാഹം ചെയ്തപ്പോൾ വീണ്ടും ദേഷ്യം തോന്നി. പിന്നീട് അത് മാറി. ചില സമയത്ത് രണ്ടുപേർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകില്ലെന്ന് മുതിർന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി. പിരിഞ്ഞപ്പോൾ അവർ സന്തുഷ്ടരായി. അതുകൊണ്ട് അവർ നല്ല മാതാപിതാക്കളുമായെന്ന് കരുതുന്നെന്നും വരലക്ഷ്മി പറഞ്ഞു. അതേസമയം തന്റെ നിലപാടുകളും എവിടെയും മുഖം നോക്കാതെ വെട്ടിത്തുറന്ന് പറയാറുണ്ട് വരലക്ഷ്മി ശരത് കുമാർ. ഛായയുടെയും നടൻ ശരത് കുമാറിന്റെയും 2 പെൺമക്കളിൽ ഒരാളായ വരലക്ഷ്മി തമിഴ് തെലുങ്ക് സിനിമാ മേഖലയിൽ സജീവമാണ്. ഛായയുമായുള്ള ദാമ്പത്യം അവസാനിപ്പിച്ച ശേഷമാണ് ശരത് കുമാറിന്റെ ജീവിതത്തിലേക്ക് നടി രാധിക വരുന്നത്. വരലക്ഷ്മിയും സഹോദരിയും കുട്ടികളായിരുന്നപ്പോൾ തന്നെ മാതാപിതാക്കൾ വേർപിരിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ സ്നേഹം ഒരുപോലെ അനുഭവിച്ച് വളരാനുള്ള സാഹചര്യമൊന്നും ഇരുവർക്കും ലഭിച്ചിരുന്നില്ല. ഇപ്പോഴത്തെ രാധികയുടെ മകളായ റയാൻ ഹാൻഡിക്ക് നൽകിയ അഭിമുഖത്തിൽ മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോഴുള്ള ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് വരലക്ഷ്മി. ഒരു സമയം വരെ പിതാവായ ശരത് കുമാറിനോട് തനിക്ക് വെറുപ്പും ദേഷ്യവുമായിരുന്നുവെന്ന് താരപുത്രി പറയുന്നു. അപ്പയുമായുള്ള എന്റെ റിലേഷൻഷിപ്പ് ഒരു റോൾ കോസ്റ്റർ റൈഡ് തന്നെയായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ വളരെ കാലം മുമ്പ് തന്നെ ക്ഷമിച്ചിരുന്നു. തെറാപ്പിക്ക് പോയപ്പോൾ ഞാൻ പഠിച്ചത് അതാണ്. ഒരു വ്യക്തിയോട് ക്ഷമിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ആ വേദനയും ദുഃഖവും നമ്മൾ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് പോലെയാകും. നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യവുമായി ബന്ധപ്പെട്ടതാണത്. തുടർന്നും അത് കൊണ്ട് നടക്കുന്നതിൽ അർത്ഥമില്ല. ഭൂതകാലത്തിൽ സംഭവിച്ചതൊന്നും മാറ്റാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഒരു മോശം മനുഷ്യനൊന്നുമല്ല. 2 മനുഷ്യർക്ക് ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവർ വേർപിരിഞ്ഞു. അമ്മയുമായി അദ്ദേഹം വേർപിരിഞ്ഞപ്പോൾ തുടക്കത്തിൽ എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു. ആ സാഹചര്യം കാരണം ഉണ്ടായ ദേഷ്യമാണ്. പിന്നീട് അദ്ദേഹം വീണ്ടും വിവാഹം ചെയ്തുവെന്നറിഞ്ഞപ്പോൾ ദേഷ്യം ഇരട്ടിയായി. പിന്നീട് ക്രമേണ ഞാൻ വളരുന്നതിനനുസരിച്ച് എല്ലാം ഒത്തുതീർത്തു. മുതിർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, ചില സമയങ്ങളിൽ എത്ര ശ്രമിച്ചാലും 2 പേർക്ക് ഒത്തുപോകാൻ കഴിഞ്ഞെന്ന് വരില്ലെന്നും അത്തരം സാഹചര്യത്തിൽ അവർ തെറ്റിപ്പിരിയുന്നതിൽ തെറ്റില്ലെന്നും ഞാൻ മനസ്സിലാക്കി. ഞാൻ ഡേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. ഇന്ന് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്നുണ്ടെങ്കിലും അതിനൊരു കാരണം ഈ വേർപിരിയൽ തന്നെയാണ്. നമ്മുടെ മാതാപിതാക്കൾ അവർക്കറിയാവുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെ വളർത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തങ്ങളുടെ മക്കൾക്ക് കൃത്യമായ ആഹാരം നൽകാനുള്ളത് ചെയ്യുക, വിദ്യാഭ്യാസം നൽകുക എന്നതായിരുന്നു അക്കാലത്ത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ചിന്ത. അവർക്കറിയാവുന്ന രക്ഷാകർതൃത്വവും അതായിരുന്നു. അല്ലാതെ മക്കൾക്കൊപ്പം സമയം ചെലവഴിക്കണം, അവരോട് സംസാരിക്കണം എന്നതിനൊക്കെ പ്രാധാന്യമുണ്ടെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. അതൊന്നും ആരും അവർക്ക് പറഞ്ഞു കൊടുത്തുമില്ല. അതുകൊണ്ട് തന്നെ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഡിവോഴ്സിനെ കുറിച്ച് പോലും എവിടെയും സംസാരിക്കാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു അത്. ഇന്ന് എൻ്റെ അമ്മയും രാധിക ആന്റിയും തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്. എൻ്റെ മാതാപിതാക്കൾ വേർപിരിയാൻ കാരണം രാധിക ആന്റിയല്ല. അപ്പയുടെയും അമ്മയുടെയും ദാമ്പത്യം പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് രാധിക ആന്റി വരുന്നത്. അല്ലാതെ ആന്റിയല്ല അവർ പിരിയാനുള്ള പ്രധാന കാരണം. തുടക്കത്തിൽ ആന്റിയുമായി എനിക്കും അടുപ്പമുണ്ടായിരുന്നില്ല. അന്ന് ഞാനും ചിന്തിച്ചിരുന്നു, അവർ കാരണമാണ് എൻ്റെ മാതാപിതാക്കൾ വേർപിരിഞ്ഞതെന്ന്. ശരിയാണ്, ഒരുപാട് സമയമെടുത്തു ഇത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്താനും എല്ലാം മനസ്സിലാക്കാനും എന്നാണ് വരലക്ഷ്മി പറഞ്ഞത്. അതേസമയം നടൻ ശരത് കുമാറിന്റെയും നടി രാധിക ശരത് കുമാറിന്റെയും വിവാഹ ജീവിതം പലപ്പോഴും ചർച്ചയായതാണ്. ശരത് കുമാറിന്റെ 2ാം വിവാഹമായിരുന്നു ഇത്. മുൻ ഭാര്യ ഛായദേവി, വരലക്ഷ്മി, പൂജ എന്നീ 2 മക്കൾ ശരത് കുമാറിനുണ്ട്. രാധികയുടെ 3ാം വിവാഹമായിരുന്നു ഇത്. ബ്രിട്ടീഷ് പൗരനായ റിച്ചാർഡ് ഹാർട്ടനായിരുന്നു 2ാം ഭർത്താവ്. ഈ ബന്ധത്തിൽ റയാൻ എന്ന മകളും ജനിച്ചു. വരലക്ഷ്മിയും റയാനും തങ്ങൾ വളർന്നു വന്ന കാലത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. റയാന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു ഇവർ. അച്ഛൻ അമ്മയുമായി പിരിഞ്ഞതിനെക്കുറിച്ചും വരലക്ഷ്മി സംസാരിച്ചു. അത് വേറൊരു കാലഘട്ടമായിരുന്നു. ഡിവോഴ്സിനെ കുറിച്ച് അധികം ആരും സംസാരിച്ചിരുന്നില്ല. എല്ലാം 2ാം ശനിയാഴ്ചയും നിനക്ക് അച്ഛനെ കാണാമെന്ന് കോടതി പറഞ്ഞത് ഓർക്കുന്നു.
അതൊക്കെ വിട്ടേക്ക്, നിനക്ക് എല്ലാ വീക്കെൻഡും അച്ഛനെ പോയി കാണണമെങ്കിൽ നീ പോയി കണ്ടോ, എനിക്ക് എതിർപ്പില്ലെന്ന് അമ്മ പറഞ്ഞു. എൻ്റെ അമ്മയും രാധിക ആൻറ്റിയും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട്. അവർ മനക്കരുത്തുള്ളവരാണ്. ജീവിതത്തിലെ പ്രശ്നങ്ങളോട് അവർ പൊരുതി. ഞാൻ ശക്തിയാകാൻ കാരണം എൻ്റെ അമ്മയാണ്. സിംഗിൾ പാരന്റ് ആയിരിക്കുക എളുപ്പമല്ല. അമ്മയുടെ നാട് ചെന്നൈയല്ല, ബാംഗ്ലൂരാണ്. വിവാഹമോചനത്തിന് ശേഷവും അവർ ചെന്നൈയിൽ തുടർന്നു. ഒരുപാട് ജോലികൾ അമ്മ ചെയ്തിട്ടുണ്ട്. പരാജയം അമ്മയ്ക്ക് ഓപ്ഷൻ ആയിരുന്നില്ല. 2 മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. അമ്മ മുമ്പ് മാധ്യമപ്രവർത്തകയായിരുന്നു. അമ്മ ദൂരദർശനിൽ ജോലി ചെയ്യുമ്പോൾ രാധിക ആൻറ്റിയുടെ അഭിമുഖം എടുത്തിട്ടുണ്ട്. അന്ന് അച്ഛൻ അവിടെ ലൈറ്റ്മാൻ ആണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം ആദ്യം അച്ഛനോട് അകൽച്ചയുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് അദ്ദേഹത്തോട് സ്നേഹമായിരുന്നു. പിന്നെ അമ്മയുമായി പിരിഞ്ഞതുകൊണ്ട് അച്ഛനോട് ദേഷ്യം തോന്നി. 2ാം വിവാഹം ചെയ്തപ്പോൾ വീണ്ടും ദേഷ്യം തോന്നുകയായിരുന്നു. ക്രമേണ അത് മാറി. ചില സമയത്ത് 2 പേർ തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകില്ലെന്ന് മുതിർന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി. പിരിഞ്ഞപ്പോൾ അവർ സന്തുഷ്ടരായി. അതുകൊണ്ട് അവർ നല്ല മാതാപിതാക്കളുമായെന്ന് കരുതുന്നെന്നും വരലക്ഷ്മി പറഞ്ഞു. അച്ഛനോട് ഞാൻ ക്ഷമിച്ചതാണ്. തെറാപ്പിക്ക് ശേഷമായിരുന്നു അത്. കഴിഞ്ഞുപോയ കാര്യം മാറാൻ പറ്റില്ലെന്നും വരലക്ഷ്മി പറഞ്ഞു. രക്തബന്ധമില്ലെങ്കിലും ശരത്കുമാർ തനിക്ക് സ്വന്തം അച്ഛൻ തന്നെയാണെന്ന് റയാനും അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ബയോളജിക്കൽ പിതാവിനെ ഞാൻ കുറേ വർഷങ്ങൾ കണ്ടിരുന്നില്ല. കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു. എന്നാൽ അമ്മ സമ്മതിച്ചില്ല. 18 വയസ്സായിട്ടില്ല. മകൾ തൻ്റെ അടുത്തു നിന്നും പോയാലോ എന്ന് അമ്മ ചിന്തിച്ചു. എന്നാൽ അച്ഛൻ ആണ് അവൾ പോയി കാണട്ടെ എന്ന് പറഞ്ഞത്. ഞാൻ ആവേശഭരിതയായി. എന്നാൽ അദ്ദേഹത്തെ കണ്ടതോടെ ഞാൻ ഞെട്ടി. റോഡിൽ ഒരാളെ കാണുന്നത് പോലെയായിരുന്നു അത്. തീർത്തും അപരിചിതൻ. അപ്പോഴാണ് രക്തബന്ധമല്ലെങ്കിലും ശരത്കുമാറാണ് തൻ്റെ പിതാവെന്ന് താൻ തിരിച്ചറിയുന്നതെന്നും പറയാൻ പറഞ്ഞു. റയാനെ ഒരിക്കലും വേർതിരിവോടെ കണ്ടിട്ടില്ലെന്ന് ശരത്കുമാർ അടുത്തിടെ പറഞ്ഞിരുന്നു.